നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ ശരിയായിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മുടെ ലോകത്തിൽ സമാധാനം വന്നു ചേരണം. കാരണം ശരിയായിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെ മനസ്സിന്റെ ഉയർച്ച സംഭവിക്കും. കൂടുതൽ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് വരും. കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാവും. റിയാക്ഷൻ എന്നുള്ള തലത്ത് റെസ്പോൺസ് എന്ന തലത്തിലേക്ക് മാറും. ആനിമൽ എന്നുള്ള തലത്തിൽ ഹ്യൂമൻ നിന്നും ഹ്യൂമനിലേക്ക് മാറും. ഒക്കെ എഡ്യൂക്കേഷൻ പ്രോസസ്സിന്റെ ഭാഗമാണ്. കുട്ടിക്കാലത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നറിയാത്ത ഒരു കുട്ടി ശരിക്കും ഒരു അനിമൽ ലൈഫ് തന്നെയാണ്. അവിടെ നിന്ന് പതുക്കെ ഞാൻ ഈ സൊസൈറ്റിയുടെ ഭാഗമാണ് എന്ന് കുടുംബത്തിൽ നിന്നും പഠിക്കുന്നു. എങ്ങനെ ബിഹേവ് ചെയ്യണം, എല്ലാവരെയും സ്നേഹത്തോടെ കാണണം. മനുഷ്യരെ മാത്രമല്ല, ചുറ്റുവട്ടമുള്ള എല്ലാ ചരാചരങ്ങളെയും സ്നേഹത്തോടെ, എല്ലാവർക്കും ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടെ പെരുമാറാനും ആ വീട്ടിലും അങ്ങനെ ക്രമേണ സൊസൈറ്റിയിലും ഹാർമണി കൊണ്ടുവരാനും സാധിക്കും. ഒരു കുട്ടി ഒരു ഈഗോ നിറഞ്ഞൊരു വളർച്ചയാണ് വളരുന്നതെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആവുന്നു. ഇവന്റെ മൂഡ് ആർക്കും അറിയില്ല. ഇവൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു ആർക്കും അറിയില്ല. അവന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തീർക്കാനായിട്ട് ചിലപ്പോൾ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് കാണിക്കുന്ന കുട്ടിയുടെ ഗ്രോത്ത് ശരിയല്ല എന്നാണ്. ഏത് കാര്യമായാലും, കളിയായാലും പഠിത്തമായാലും ഏത് കാര്യമായാലും എനിക്ക് അത് വേണം, ഇല്ലെങ്കിൽ ഞാൻ പഠിക്കില്ല, എനിക്ക് ഇതില്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ സാധിക്കില്ല. ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടി എല്ലാവരും അവരുടെ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ആ കുട്ടി വലുതാവുമ്പോൾ ദുര്യോധനനെ പോലെയാവും. ദുര്യോധനന്മാർ നിറഞ്ഞ ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരാൾക്കും ഇവിടെ ഒരു സൂചിയുടെ മുന കുത്താനുള്ള സ്ഥലം കൊടുക്കില്ല. എൻ്റെ ലൈഫ് എൻ്റെതാണ്, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കും. അപ്പൊ ഈ തരത്തിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷനാണ് എഡ്യൂക്കേഷനിൽ സംഭവിക്കേണ്ടത്.
ഒരു ഹാർമണി. അങ്ങനെ ഒരു വ്യക്തി സൊസൈറ്റിയിൽ നടക്കുമ്പോൾ ശാന്തത വരണം. പ്രസൻസ് തന്നെ സന്തോഷം നൽകും. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്? നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ഇൻട്രോസ്പെക്റ്റീവ് നോക്കേണ്ട ആവശ്യമുണ്ട്. ദാജി എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ എല്ലാവരെയും ആദ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള സംസ്കാരം, നമ്മളെ നയിക്കുന്ന സംസ്കാരം എന്ന് പറയുന്നത് ഭയമാണ്. നമ്മളൊക്കെ ഭയത്തിലാണ്. മരിക്കുമെന്നുള്ള ഭയം, അതാണ് ആദ്യത്തെ ഭയം. ആ ഭയത്തിന് എല്ലാ ഭയവും ഉണ്ടാവും. എനിക്ക് എൻ്റെ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ഥാനം കളയും, ആരും എന്നെ വില വെക്കില്ല, അപ്പോൾ ഞാൻ എൻ്റെ സ്ഥാനം ഉറപ്പിക്കണം. അപ്പൊ അതിനുവേണ്ടി പലതും ചെയ്യാൻ നോക്കുന്നു. ഒരുപാട് ഷോ ഉണ്ട്. നമ്മളൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും സകലതയെ അറിയിക്കണം, തൻ്റെ തെറ്റുകളെയൊക്കെ മറച്ചു വെക്കണം. ഇതൊക്കെ ഫിയർ ആണ്, ഭയമാണ്. അപ്പോൾ നമ്മൾ ഭയത്തിനാണ് നമ്മുടെ ലഭ്യത. നമ്മൾ ലഭ്യതയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, അവൈലബിലിറ്റി. ദാജിയുടെ ഒരു ഭണ്ഡാര സന്ദേശമുണ്ട് ലഭ്യതയെക്കുറിച്ച്. അപ്പൊ നമ്മളെ നൽകിയിരിക്കുന്നത് ഭയത്തിന്റെ കൈകളിലേക്കാണ്. നമ്മൾ ഭയപ്പെടുന്നു, എപ്പോഴും ഭയപ്പെടുന്നു. എൻ്റെ സ്ഥാനം പോവും, എൻ്റെ റാങ്ക് പോവും, ഞാൻ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് അസുഖം വരുമോ, ഈ ഭക്ഷണം പ്രശ്നമാണ്, എല്ലാവരോടും നന്നായി പെരുമാറിയാൽ എല്ലാവരും എന്നെ മുതലെടുക്കുമോ, ഇങ്ങനെയുള്ള ഭയങ്ങൾ. ശമ്പളം കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ എന്താവും ബുദ്ധിമുട്ട്, എനിക്ക് ശമ്പളം കൂടുതൽ വേണം, അല്ലെങ്കിൽ ഞാൻ താണു പോവോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭയം. അപ്പൊ ഈ ഭയത്തിന് നമ്മൾ സ്വയം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഓരോരുത്തരും സെപ്പറേറ്റ് ആവുന്നതുകൊണ്ടാണ്. അഹംബോധത്തെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി, ക്യാപ്സുകളെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ ശരിക്കും സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആണ്. അച്ഛൻ വേറെ, അമ്മ വേറെ, മക്കൾ വേറെ, ഒക്കെ വേറെ വേറെ വേറെ. ഒരുപക്ഷെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ അച്ഛനമ്മയും ഒരുമിക്കും, അല്ലാത്ത സമയത്ത് ഒരുമിക്കില്ല. പലപ്പോഴും സെപ്പറേഷൻസും ഡൈവേഴ്സൊക്കെ ഇല്ലാണ്ടാവുന്ന കുട്ടികളുടെ പ്രസൻസ് കൊണ്ടാണ്. അവരൊറ്റ കാരണം കൊണ്ട് മാത്രം യോജിക്കുന്നു. അങ്ങനെയാണോ നമ്മൾ യോജിക്കുന്നത്? അതൊരു തുടക്കമാണ്. അപ്പൊ നമ്മൾ സ്വയം നൽകേണ്ടത് സ്നേഹത്തിലേക്കാണ്, ഭയത്തിലേക്കല്ല. എഡ്യൂക്കേഷൻ നമ്മളെ സ്നേഹിക്കാനുള്ള കഴിവുണ്ടാവണം. എല്ലാ ചരാചരങ്ങളുടെയും ആ യൂണിറ്റി, അതുപോലെ തന്നെ എല്ലാ വൈബ്രേഷൻസും യൂണിഫിക്കേഷൻ, ഇതാണ് എല്ലാ സബ്ജക്ട്സിന്റെയും ടോപ്പിക്. ഏത് സബ്ജക്ട് പഠിക്കാനും യൂണിഫിക്കേഷൻ ആണ്. മെഡിസിനിൽ തീർച്ചയായിട്ടും യൂണിഫിക്കേഷൻ ആണ്. എല്ലാ ശരീരങ്ങളും ഒരുപോലെയാണ്, എല്ലാവരെയും ആവശ്യങ്ങൾ ഒരുപോലെയാണ്. ഫിസിക്സ് യൂണിഫിക്കേഷൻ, യൂണിഫൈഡ് തിയറി. കെമിസ്ട്രി യൂണിഫിക്കേഷൻ ആണ്. ലാംഗ്വേജ് യൂണിഫിക്കേഷൻ ആണ്. എല്ലാ ലാംഗ്വേജും അവസാനം ഒരേ അർത്ഥമാണ് പറയുന്നത്. വാക്കുകൾ വേറെ ആണെങ്കിലും അർത്ഥങ്ങൾ ഒന്ന് തന്നെയാണ്. ഏത് ഭാഷയിലും പറയാം. ദേഷ്യം ഏത് ഭാഷയിൽ പറഞ്ഞാലും ദേഷ്യം തന്നെയാണ്. വെറുപ്പ് ഏത് ഭാഷയിൽ പറഞ്ഞാലും വെറുപ്പ് തന്നെയാണ്. അവരെ ആ പുറകുള്ള ഇന്റൻഷൻ പെട്ടെന്ന് ക്ലിയർ ആവുന്നു. എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറയേണ്ട വാക്കുകളിൽ പറയേണ്ട ആവശ്യം മനസ്സിലായി എന്ന് പറയും. അപ്പൊ ആ ഏകത്വത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം, സ്നേഹം എന്നുള്ള ഏകത്വത്തിലേക്ക് എഡ്യൂക്കേഷനിലൂടെ പോകുമ്പോൾ. അപ്പൊ നമ്മൾ ലഭ്യത കാണിക്കേണ്ടത് സ്നേഹത്തിനാണ്. അതാണ് ഹാർട്ട്ഫുൾനെസിന്റെ അടിസ്ഥാന തത്വം. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്യും, സ്നേഹത്തിന്റെ ഉറവിടമായ ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്യും. സ്നേഹത്തിന്റെ ഉറവിടം എവിടെയാണ്? ആ ഗ്രേറ്റ് മാസ്റ്ററിൽ, ഈശ്വരന്റെ. അപ്പൊ നമ്മൾ ഈശ്വരന് കണക്ട് ചെയ്യണം. എല്ലാ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമ്മൾ ശരിക്കും ആ പ്രവൃത്തി നൽകുന്നത് അവരുടെ ഏറ്റവും ഉയർന്ന നന്മയ്ക്കാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും ഉയർന്ന നന്മ എന്താണ്? മനസ്സിന് ഉയർത്തുക. ഏത് ജീവിയുടെയും ഏറ്റവും ഉയർന്ന ആവശ്യം എന്താണ്? അവരുടെ എവല്യൂഷൻ. അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിൽ ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഹിംസ പാടില്ല എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞത്. സത്യാഗ്രഹം മാത്രമേ ശരിക്കുള്ള ആഗ്രഹമുള്ളൂ, സത്യത്തെ ആഗ്രഹിക്കും. ഗാന്ധിജിയുടെയും ഫിലോസഫി തന്നെയാണ്, സത്യവും സ്നേഹവും ഒന്ന് തന്നെയാണ്. അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരാൾ ഓട്ടോമാറ്റിക്കായിട്ട് ആരെയും ഹിംസിക്കില്ല. കാരണം അവരുടെ സ്പിരിച്വൽ എവല്യൂഷനെ നമ്മൾ ബ്ലോക്ക് ചെയ്യാം. സ്പിരിച്വൽ എവല്യൂഷനെ ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലുള്ള ജീവിതം നമ്മൾ എത്രത്തോളം നന്നായി നയിക്കുന്നു, അത്രത്തോളം നമ്മൾ ലോകത്തിന് ഹാർമണി കൊണ്ടുവരും. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും കഴിക്കണം, ഹിംസ മനസ്സിലില്ലാതെ. ഇപ്പൊ പച്ചക്കറി കഴിക്കുകയാണെങ്കിലും സ്വാർത്ഥ ബോധത്തോടെ കഴിക്കുകയാണെങ്കിൽ അത് ഹിംസ തന്നെയാണ്. ആ വെജിറ്റേറിയൻ ഫുഡിന് ഒരു വെജിറ്റേറിയൻ എഫക്റ്റ് അല്ല ഉണ്ടാവും, ഹിംസാത്മകമായി മാറുന്നു. എനിക്ക് വേണം. അതുപോലെ തന്നെ സ്വാദനം മാത്രം നോക്കി കഴിക്കുക. നമ്മൾ കഴിക്കുക, ബാക്കി ആർക്കും കൊടുക്കാതെ വേസ്റ്റ് ചെയ്യും. ഇതൊക്കെ ഹിംസ വരുന്നു. ലഭിക്കുന്നത് സ്നേഹത്തോടുകൂടി നിരന്തര സ്മരണയോട് കഴിക്കണം എന്ന് മാസ്റ്റർ പറയുന്നതുകൊണ്ട്.
നമ്മളെ ആ സ്മരണ നമ്മുടെ ഉള്ളിലുള്ള ഹയസ്റ്റ് ഡയമെൻഷനിലേക്ക് കണക്ട് ചെയ്യും. നമ്മൾ ഏറ്റവും ഉയർന്ന തലത്തിൽ കാണാൻ നമുക്ക് സാധിക്കുന്നു. എല്ലാ കാര്യങ്ങളുടെയും ടൊട്ടാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഇപ്പൊ ദാജി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിലത്തുനിന്ന് നോക്കുന്നതും ഒരു സ്കൈ സ്ക്രേപ്പറിന്റെ മുകളിൽ നിന്ന് നോക്കുന്നതുമായിട്ടാണ്. നിലത്ത് നോക്കുമ്പോൾ ഒരു കാറ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് അത് പാസ്റ്റാണ്. കാറ് നമ്മളെ കടന്നുപോയത് ഫ്യൂച്ചറായി. നേരെ മറിച്ച് മുകളിൽ നോക്കുമ്പോൾ ഈ കാറ് മൂന്നും നമ്മുടെ മുമ്പിൽ വരുമ്പോഴും പാസ്റ്റും ഫ്യൂച്ചറൊക്കെ ഒരു സ്ഥലത്തായി നമുക്ക് എല്ലാം ഒരേ ദിക്കിൽ കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഉയരുമ്പോൾ റെസ്പോൺസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ശരിക്കുള്ള ആവശ്യങ്ങൾ മനസ്സിലാവുന്നു. എല്ലാവരുടെയും പാസ്റ്റ് ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാവും. ഒരു ഡിഫറൻസും ഇല്ല. പല കഥകളും പറയുന്നുണ്ടെങ്കിൽ പാസ്റ്റ് ഒന്ന് തന്നെയാണ്. അപ്പൊ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ശരിക്കുള്ള പ്രസന്റില് സ്നേഹത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കും. പ്രവർത്തിപ്പിക്കാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ് മാസ്റ്റർക്ക് സ്വയം ലഭ്യമാക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. നമ്മൾ നമ്മുടെ അവൈലബിലിറ്റി എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? ഭയത്തിലാണോ സ്നേഹത്തിലാണോ? നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.